വനം ഭേദഗതി നിയമം പിൻവലിക്കുക, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുക എന്നീ ഏറ്റവും പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്ര നടത്താൻ UDF തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ കക്ഷി നേതാക്കളുടെ ഓൺലൈൻ മീറ്റിംഗിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. UDFന്റെ പ്രമുഖ നേതാക്കളായ കെ. സുധാകരൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.ജെ. ജോസഫ്, രമേശ് ചെന്നിത്തല, സി.പി. ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, ദേവരാജൻ, മാണി സി കാപ്പൻ, അഡ്വക്കേറ്റ് രാജൻ ബാബു, രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, പിന്നെ ഞാനും ഉൾപ്പെടെ UDFന്റെ എല്ലാ കക്ഷി നേതാക്കളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 27 രാവിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഉളിക്കലിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഫെബ്രുവരി 5 പാറശാല മണ്ഡലത്തിലെ അമ്പൂരി ആണ് യാത്ര സമാപിക്കുന്നത്. വനമേഖലയിലെ സമീപ പ്രദേശങ്ങളിലുള്ള മലയോര മേഖലയിൽ ഈ ഒരാഴ്ചക്കാലത്തെ യാത്രയിൽ 19 വലിയ വമ്പിച്ച കർഷക സമ്മേളനങ്ങൾ നടത്തി. ആ കർഷക സമ്മേളനങ്ങളിൽ കർഷകരെ ഇന്ന് ഏറ്റവും അധികം ദുരിതത്തിലാക്കുകയും ഘട്ടത്തിലാക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രചരണ യോഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ചാനലുകൾ ഉള്ളതുകൊണ്ട് ഞാൻ യാത്ര ഒന്ന് വായിക്കുകയാണ്. മറ്റേ പ്രിന്റ് മീഡിയ അവർക്ക് ഈ യാത്രയുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുമെന്നുള്ളതുണ്ട്. 27 രാവിലെ ഇരിക്കൂറിലെ ഉളിക്കലിൽ നിന്ന് ആരംഭിച്ച് 9 മണിക്കാണ് 11 മണിക്ക് ആറളം ഒട്ടേറെ പേരെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ്. അതുപോലെ 3 മണിക്ക് കൊട്ടിയൂർ. അടുത്ത ദിവസം 28 തീയതി രാവിലെ 10 മണിക്ക് മാനന്തവാടിയിൽ നിന്ന് ആരംഭിച്ച് 3 മണിക്ക് മേപ്പാടിയിലും അന്ന് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ അന്ന് പരിപാടി സമാപിക്കും. 29 ഇല്ല, പിന്നെ 30-നാണ്. 29 വേറെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് അതിൽ പങ്കെടുക്കാനുണ്ട്. 30-ാം തീയതി രാവിലെ 10 മണിക്ക് നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് 2 മണിക്ക് കരവാരക്കുണ്ടിൽ എത്തുന്ന യാത്ര 5 മണിക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് സമാപിക്കും. 31 രാവിലെ 10 മണിക്ക് ആതിരപ്പള്ളി തൃശൂർ ജില്ലയിൽ, 4 മണിക്ക് കോതമംഗലം. 1-ാം തീയതി രാവിലെ, അതായത് ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 10 മണിക്ക് അടിമാലിയിൽ നിന്ന് ആരംഭിച്ച് 2 മണിക്ക് ചെറുതോടി, 5 മണിക്ക് കുമളിയിൽ സമാപിക്കും. 2, 3 തീയതികളിൽ യാത്രയില്ല. 4-ാം തീയതി അവിടെ നിന്ന് തുടരും. 10 മണിക്ക് മുണ്ടക്കയത്ത് നിന്ന് ആരംഭിച്ച് 3 മണിക്ക് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ, 5 മണിക്ക് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള പിറവന്തൂർ അലിമുക്ക്, 5-ാം തീയതി 10 മണിക്ക് രാവിലെ പാലോടും, 4 മണിക്ക് അമ്പൂരിയിലും ഇത് സമാപിക്കും. വനം ഭേദഗതി നിയമം നേരത്തെ തന്നെ ഞങ്ങൾ UDFന്റെ യോഗത്തിൽ വെച്ച് അത് പിൻവലിക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം UDF നടത്തുമെന്ന് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് വന്ന വാർത്തകളെല്ലാം തന്നെ മലയോര മേഖലയിലെ ജനങ്ങളുടെ, കർഷകരുടെയൊക്കെ അഭിപ്രായങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു ധാരാളം
അതേ സംബന്ധിച്ചുള്ള പരാതികൾ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. ബില്ല് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ജനങ്ങളുടെ പരാതി പരിഹരിക്കാനോ അല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനോ ഗവൺമെന്റ് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം കൊണ്ട് മാത്രം ഈ വന നിയമ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾക്ക് കഴിയില്ല. വന നിയമ ഭേദഗതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ വനത്തിനുള്ളിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. വനത്തിൽ ജീവിക്കുന്ന ആളുകൾ ചെറിയ ആളുകളൊന്നുമല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭൂപ്രദേശത്തിന്റെ 29.1% വനപ്രദേശമാണ്. കേരളത്തിന്റെ 1/3 വനമാണ്. ആ വനത്തിൽ 30 ലക്ഷം ആളുകൾ ജീവിക്കുകയാണ്. ഈ 30 ലക്ഷം ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് നൽകിയ അവരുടെ കോൺട്രിബ്യൂഷൻ അതൊന്നും ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല. കാരണം അവരുടെ അധ്വാനത്തിന്റെ ഫലമായി എല്ലാ കർഷകരാണ്. ഒരു കാലത്ത് വളരെ 60-ലെ ഗവൺമെന്റ് പട്ടത്താൽമുഴയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഗ്രോ മോർ ഫുഡ് പദ്ധതിക്ക് വേണ്ടി ഈ സാധാരണ പ്രദേശത്തിലുള്ള ആളുകൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചതാണ്. അന്ന് തുടങ്ങി ഇന്ന് വരെ അവരുടെ അധ്വാനം കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കർഷക ജനത നൽകിയ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ, വനാതിർത്തിയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ, വന്യജീവി സംഘർഷ ബാധിത പ്രദേശങ്ങളിൽ ഭീതിയുടെ മുൾമുനയിലാണ് അവർ ജീവിക്കുന്നത്. വാസ്തവത്തിൽ അവരുടെ ജീവനും സ്വത്തിനും രക്ഷയില്ല. ഭരണഘടന നൽകുന്നത് ജീവിക്കാനുള്ള അവകാശം മൌലിക അവകാശമാണ്.